ഹലോ, ഇന്ന് നമ്മളിവിടെ ഒരു ജീവനിയാണ് പഠിക്കാൻ പോകുന്ന ഒരു കഥ. സബ്സെ ബഡാ ഷോമാൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതും ക്ലാസ് 10th ചാപ്റ്റർ തന്നെയാണ്. मुझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता कोई. I want to walk in the rain because no one can see me crying. ഇത് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. നല്ലൊരു പ്രൊവർബാണ് ആദ്യ ചാപ്റ്ററിൻ്റെ. ഇവിടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സബ്സെ ബഡാ ഷോമാൻ. ओके, सबसे बड़ा शोमैन. चैप्टर इങ്ങനെ തുടങ്ങുന്നത്. गाते गाते अचानक माँ की आवाज़ फटकर सुसाहट में तब्दील हो गई. गाते गाते अचानक പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് माँ की आवाज़ അമ്മയുടെ ഒച്ച फटकर फुसफुसाहट में तब्दील हो गई. फटकर പെട്ടെന്ന് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാട്ട് അതിൻ്റെ ട്യൂണെല്ലാം മാറിയിട്ട് फुसफुसाहट में तब्दील हो गई. तब्दील എന്ന് പറയുമ്പോൾ ചേഞ്ച് ആയി. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोगों को लगा कि ആൾക്കാർക്ക് തോന്നി മൈക്ക് में कुछ खराबी आ गई, മൈക്കിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. पर फुसफुसाहट जारी थी. പക്ഷേ ഫുസ്ഫുസാഹട്ട് ആ ഒരു ഒരു ഇത് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. മീൻസ് ക്ലിയർനെസ് അല്ലാണ്ട് അങ്ങനെ ആയിരുന്നു. लोग चिल्लाने लगे. ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. कहीं से कुछ म्याऊं म्याऊं की आवाज़ निकालने लगे. कहीं से कुछ लोग ഒരു സ്ഥലത്തുനിന്ന് म्याऊं म्याऊं എന്ന് പറഞ്ഞ ഒരു സൗണ്ട് പൂച്ചയുടെ ഒച്ചയൊക്കെ निकालने लगे. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. इस अभद्र शोर ने, शोर എന്ന് പറയുമ്പോൾ ഒച്ച, ने माँ को അവൻ്റെ അമ്മേനെ സ്റ്റേജ് से हटने को मजबूर कर दिया. സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കാൻ പുള്ളിക്കാരിക്ക് അത് അവിടെ നിൽക്കാൻ പറ്റാതെ ഇത്ര ബഹളവും ഇങ്ങനത്തെ ഒച്ചയും ആൾക്കാർ ഇതെല്ലാം കേട്ടപ്പം അവൻ്റെ അമ്മ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോയി. ചാർലി को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലിനെ എപ്പോഴും അവരെ അമ്മ തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशों को देख रहा था. उस दिन भी पर्दे के पीछे खड़ा होके അന്നും അവൻ കർട്ടൻ്റെ പിന്നിൽ നിന്നിട്ട് आवाज़ के तमाशों को देख रहा था. ഈ ഒച്ചയും ബഹളമെല്ലാം കേൾക്കുന്നുണ്ട്. माँ और मैनेजर में बहस होते देख वह वहाँ गया. माँ और मैनेजर में, അമ്മയും മാനേജറുമായിട്ട് ബഹസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വാക്കത്തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോയി. मैनेजर ने चार्ली की माँ के कुछ दोस्तों के सामने अभिनय करते देखा था. मैनेजर ने चार्ली ने माँ के कुछ दोस्तों के सामने അഭിനയ करते देखा था. അവനെ ആക്ട് ചെയ്തിട്ട് ഈ മാനേജർ പണ്ട് കണ്ടിട്ടുണ്ട്. और वह उसे स्टेज पर भेजने की जिद करने लगा. और वह उसे स्टेज पर, അപ്പോൾ മാനേജർ പറഞ്ഞു ഇവനെ സ്റ്റേജിലോട്ട് പറഞ്ഞു വിടാം. മർഡർ ഗई. അമ്മയ്ക്ക് ഭയമായി. കാരണം ഒരു കൊച്ചാണല്ലോ. 5 साल का बच्चा उस उग्र भीड़ को झेल पाएगा. 5 साल का बच्चा, 5 വയസ്സായ കൊച്ചിന് ഇത്രയും തിക്കും തിരക്കും അവനത് അതിജീവിച്ച് അവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ടെൻഷനുണ്ട്. അമ്മയ്ക്ക് പേടിയായി. बहुत मुबाहिसा के बाद वह अंततः चार्ली को स्टेज पर ले गया. बहुत मुबाहिसा കുറേ വാക്ക് തർക്ക് കഴിഞ്ഞ് के बाद वह अंततः लास्टली चार्लीने സ്റ്റേജിൽ കൊണ്ടുപോയി. और बचाव के कुछ शब्द कह उसे अकेला छोड़ाया. കുറച്ച് കാര്യങ്ങളെല്ലാം അവനെ പറ്റിയിട്ട് ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് ഈ മാനേജർ അങ്ങ് സ്റ്റേജ് വിട്ടു. ആ കൊച്ചു ഒറ്റയ്ക്കായി. धुआं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया. ഈ തിക്കും തിരക്കും ഈ ബഹളവും ഇതിൻ്റെ മുമ്പിൽ ആ നല്ലൊരു പാട്ട് പാടി, ഫേമസ് പാട്ട് പാടി. ജാക്ക് ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടാൻ തുടങ്ങി. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ में उस गाने की धुन तलाशते रहे. कुछ देर तक, കുറച്ച് സമയം വരെ ഈ ഓർക്കസ്ട്രക്കാർ അവൻ്റെ പാട്ടും ഓർക്കസ്ട്രയായിട്ടും ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. ജैसे ही मिली, जैसे ही അവർക്ക് അവൻ്റെ പാട്ടും മ്യൂസിക്കും എല്ലാം കൂടി ഒരു നല്ല കോമ്പിനേഷൻ ആയപ്പോൾ ഗാന സജനെ ലഗ, പാട്ട് നന്നായി അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗാന അഭി ആധാ ഹി ഹുവാ था कि स्टेज पर पैसों की बौछार शुरू हो गई. പാട്ട് പകുതിയായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും ആൾക്കാർ കാശ് സ്റ്റേജിലോട്ട് पैसों की बौछार, കാശ് ബൗച്ചാർ എന്ന് പറയുമ്പോൾ കാശ് എടുത്ത് ഇങ്ങനെ എറിയ, കാശ് എടുത്ത് शुरू हो गई. चार्ली ने गाना रोक दिया. ചാർലി പാട്ട് പാടൽ നിർത്തി ഈ കാശ് എറിയൽ കണ്ടപ്പം. ഞാൻ ഘോഷണ की पहले वह ये पैसे बटोरेगा और उसके बाद ही गाऊंगा. അത് കഴിഞ്ഞിട്ട് അവൻ അനൗൺസ് ചെയ്തു. ഘോഷണ की എന്ന് പറയുമ്പോൾ അനൗൺസ് ചെയ്തു कि पहले मैं ये पैसा बटोरूंगा. ആദ്യം ഞാൻ ഈ കാശ് എടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ उसके बाद ही गाऊंगा, അത് കഴിഞ്ഞേ ഞാൻ പാടുള്ളൂ.
इस बात ने हॉल में हंसी घर में तब्दील कर दी. इस बात ने ഈ ഇവൻ്റെ വർത്താനം കേട്ടിട്ട് ഈ ഹോളിലെ ആൾക്കാരെല്ലാം ഒരു ചിരിക്കുന്ന ഒരു അന്തരീക്ഷമായിട്ട് മാറി. तब अचानक तब എന്ന് പറയും तब तक मैनेजर एक रुमाल लेकर आया. അപ്പോഴേക്കും മാനേജർ ഒരു ടവലും കൊണ്ടുവന്നു. और पैसा बटोरने लगा. അത് കഴിഞ്ഞിട്ട് മാനേജർ ഈ കാശെല്ലാം പറക്കാൻ തുടങ്ങി. चार्ली को लगा कि मैनेजर खुद पैसा रख लेना चाहता है. चार्ली തോന്നി ഈ കാശെല്ലാം മാനേജർ എടുത്ത് വെക്കുന്നു. उसने यह बात शिकायती लफ्ज़ों में दर्शकों से कह दी. അവൻ ഇത് തമാശയിൽ ഈ പബ്ലിക്കിനോടും പറഞ്ഞു. എൻ്റെ പൈസയെല്ലാം എൻ്റെ മാനേജർ എടുത്ത് കൊണ്ടുപോകാൻ പോവാണ്, അതാണ് ഇവൻ പറക്കുന്നതൊക്കെ. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांधे बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. उसने यह बात शिकायती लहजे में दर्शकों से कह दी. उसने यह बात അവൻ ഈ കംപ്ലൈൻറ്റ് ചെയ്യണമല്ലോ. ഷിക്കായത്തി എന്ന് പറയുമ്പോൾ ലഹസെ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ചെയ്യുന്ന ടോണിൽ അവനാണ് ഇത് പറഞ്ഞത്. അപ്പോഴേക്കും ഹസി തബ് ഓർ ബഡ് ഗയി. അപ്പോൾ പബ്ലിക് എല്ലാം നന്നായി ചിരിക്കാൻ തുടങ്ങി. जब रुमाल की पोटली में पैसे जब रुमाल की पोटली में അപ്പോൾ ഈ ടർക്കിക്കകത്ത് ടവലിനകത്ത് കാശും കെട്ടിയിട്ട് ബാക്ക് സ്റ്റേജ് की ओर जाते मैनेजर के पीछे ബാക്ക് സ്റ്റേജിലോട്ട് പോകുന്ന മാനേജറിൻ്റെ പിന്നാലെ ചാർലി വ്യാകുലത से लग गया. അവനും എന്താ പറയുക, വെപ്രാളത്തിലോ പരാക്രമത്തിലോ ഇവൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. जब तक मैनेजर ने वहाँ वह पोटली माँ के हवाले नहीं की वह नहीं लौटा. जब तक मैनेजറിനെ എപ്പം വരെ ആ മാനേജർ ഈ കാശെല്ലാം കൊണ്ട് കാശിൻ്റെ ഈ കുഞ്ഞ് ഈ ഇങ്ങനെ പോട്ടലി എന്ന് പറയുമ്പോൾ കാശെല്ലാം കൂടി കെട്ടി വെച്ച ഒരു കുഞ്ഞ് സഞ്ചി എന്ന് പറയും, കുട്ടി സഞ്ചി പോലെ എന്ന് പറയാം. മാക്ക് ഹവാലെ നെഹിക്ക് അമ്മയ്ക്ക് കൊടുത്തില്ല. അതുവരെ അവൻ തിരിച്ച് സ്റ്റേജിലോട്ട് വന്നില്ല. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫെലാതി थी. ചാർലിയുടെ ഇത് ജനതയിൽ ഒരു പബ്ലിക്കിന് ഒരു നല്ലൊരു ഇഷ്ടമായി, ഒരു നല്ലൊരു രോമാഞ്ചം പോലെ എന്ന് പറയും, ഗുദ്ഗുദി ഫെലാതി. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया और अपनी माँ सहित कई गायकों की नकल उतारी. അത് കഴിഞ്ഞ് അവൻ പബ്ലിക്കിനോട് വർത്താനം പറഞ്ഞു, നൃത്യം കളിച്ചു. അപ്നി മാ സഹിത് അവൻ്റെ അമ്മയുടെ കൂടെ ഗായകോ കി നക്കൽ ഉതാരി, നമ്മൾ ഈ മിമിക്രി ചെയ്തു. കുറേ പാട്ടുകാരുടെ ഒച്ചയുടെ മിമിക്രി ചെയ്തു. മാസൂമിയത്ത് में उसने थोड़ी देर पहले फटीमा की आवाज़ और उसके फुसफुसाने की भी नकल उतारी. അവൻ്റെ ആ കുഞ്ഞ പ്രായത്തിൽ അവൻ്റെ അമ്മ പാടുന്നതും അവൻ്റെ അമ്മ കുറച്ച് നേരം തെറ്റിപ്പോയി ഫുസ്ഫുസാട്ട് പോലെ ഇങ്ങനെ പാടിയതും അവൻ്റെ എല്ലാം അവൻ മിമിക്രി കാണിച്ച് പബ്ലിക്കിനെ കാണിച്ചു കൊടുത്തു. ലോഗോ മേ ടഹാക്കോ കി ഹിസ്സേദാരി ഹുയി और സ്റ്റേജ് पर जमकर पैसे बरसे. ആൾക്കാരെല്ലാം ചിരിക്കാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ സ്റ്റേജിലോട്ട് കാശിടാൻ തുടങ്ങി. अंत में माँ जब उसे लेने आई तो ദർശകോനെ ദേർ തക് ഖടേ ഹോക്കർ താലി ബജായി. അത് കഴിഞ്ഞിട്ട് അമ്മ അവനെ എടുക്കാൻ വന്നപ്പം ആൾക്കാരെല്ലാം കുറേ കൈ കൊട്ടി അഭിനന്ദിച്ചു. കൈ ലോഗോനെ മാ സെ ഹാത്ത് മിലാക്കർ ഉസ്കെ ഛോട്ടെ ബच्चे की तारीफ़ की. കുറേ ആൾക്കാരുടെ അമ്മയുടെ കൈ കൊടുത്ത് അവൻ്റെ മോനെ നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ചാർലി സ്റ്റേജ് पर पहली बार आया और माँ आखिरी बार. ഇതായിരുന്നു അവൻ്റെ ലൈഫിൽ ചാർലി पहली बार സ്റ്റേജ് पर पहली बार आया. അവൻ അത് ലൈഫിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ വന്ന്. അന്ന് അവൻ്റെ അമ്മയുടെ ലാസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടില്ല എന്നർത്ഥം. പിന്നെ അവനാണ് സ്റ്റേജ് പെർഫോമൻസ് ചെയ്ത് കാശുണ്ടാക്കിയത്. ദുനിയാക്ക സബ്സെ ബഡേ ഷോമാൻ കയ പെഹ്ലാ ഷോ ഥ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നമ്മളെല്ലാവരും അറിയപ്പെട്ടുന്ന ഒരു ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. അവൻ്റെ ലൈഫിലെ ആദ്യത്തെ ഷോ ആയിരുന്നു. അന്നോട്ട് അവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും അവൻ ഷോ ചെയ്യാൻ തുടങ്ങി. ഉസ്നെ ജന്മ ലേ ലിയാത്ത. അന്ന് അവൻ ജനിച്ചു കഴിഞ്ഞു. അന്ന് അവൻ ഒരു കൊമേഡിയനായിട്ട് ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു നല്ലൊരു ചാപ്റ്ററാണ് സബ്സെ ബഡാ ഷോമാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും പറഞ്ഞിരുന്നില്ല, ജസ്റ്റ് ലെസൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് കമൻറ്റ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. ഇനി അടുത്ത ചാപ്റ്റർ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.